സ്വപ്നമാണല്ലോ നമ്മളൊരു വീട് എന്തായാലും. പിന്നെ അത് ഉമ്മ തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു സ്വപ്നം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തീരെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ രണ്ടാഴ്ച ചെറിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മളെ സുഹൃത്തുക്കളെ ഇന്ന് പണിയെടുത്തിന് എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ ഉപ്പാതെ നനക്കണേ എല്ലാവരും ഉണ്ട്. ഏതായാലും രണ്ടാഴ്ചയോളം അയക്കണം. എല്ലാവർക്കും അറിയാം എവിടെയാണെന്ന്. നമ്മൾ പുലാമന്തോളൊരു വർക്ക് എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് കോൺക്രീറ്റ് ആണ് പറഞ്ഞ് പിറ്റത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞേന്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പോകണം. കുറച്ച് സുഖമില്ലായിരുന്നു. അപ്പോൾ രണ്ടാഴ്ചയായിട്ട് വീഡിയോ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇട്ടിട്ടില്ല. ഇത് കണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിങ്ങുള്ള വീടുകളാകുമ്പോൾ പുറത്ത് 1 മീറ്റർ വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊരു കണവ് ടോട്ടലി കണവ് മൊത്തത്തിൽ എത്ര 6-8 കണവിന് 10 പിടിച്ചുകാണ്ട് വലിയതായിട്ട് കണവ് എടുക്കണ ഏറ്റവും നല്ലതാട്ടോ. അതെന്താ ഓരോ കട്ടിങ്ങായിട്ട് വരുന്ന വീടാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്താ പറയുക ഓരോ റൂമൊന്ന് കണവ് പിടിച്ചാൽ ചില ശരിയാവില്ല. പക്ഷേ എന്തോ ഇതാണ് പ്ലാൻ. 1300 അടി ഉണ്ട്. മേൽക്ക് എത്ര 700 തോന്നുന്നത്. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കെടുത്തി വെക്കണം കേട്ടോ. അല്ലാതെ ഈ ഉറപ്പുണ്ടാവില്ല. പിന്നെ അത് പാതയത്തുമ്പോൾ ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞതും കോറിയിലായതാണ് പൈസയിൽ ആക്കിയിട്ട് നനക്കണുണ്ടില്ല. ഞങ്ങളെ പ്ലാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഫുള്ള് കട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ പുറം സൈഡ് എന്ത് ചെയ്ത് ആ നീളമുണ്ടല്ലോ 14 മീറ്ററും 13 മീറ്ററും നീളത്തിന് ഒറ്റ കണവ് തീർത്താൽ അയിമെന്ന് നമ്മൾ വെക്കണ അളവുണ്ടല്ലോ ആ അളവ് വെച്ചാൽ ഒരിക്കലും കണവ് പോവില്ല. ഇനി നമ്മളല്ലാതെ വേറെ ആര് പണിക്ക് വന്നാലും നമ്മളെ പടവിനെ കുറിച്ചോ കണവിനെ കുറിച്ചോ ഐഡിയക്ക് ആരും കുറ്റം പറയില്ല. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുലാമന്തോൾക്ക് അടുത്ത തിങ്കളാഴ്ച കണ്ടിട്ട്